തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെക്ക് ചെയ്തപ്പോൾ ദേ വാസ് ലൈക്ക് ഷോക്ഡ്. അവർ ചോദിച്ചു ഇതെങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്. ഞങ്ങൾ പറഞ്ഞു ആയുർവേദത്തിൽ എടുക്കുന്നുണ്ട്. മച്ച് ബെറ്റർ എന്നാണ് ആദ്യം എന്നെ ഡയഗ്നോസ് ചെയ്തതും പിന്നെയും മച്ച് ബെറ്റർ എന്നാണ് പറഞ്ഞത്. ആ കിച്ചൺ ആയാലും സ്റ്റാഫ് ആയാലും കിച്ചണിലെ സ്റ്റാഫ് എല്ലാവരും നല്ല അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയർ ആയാലും നമ്മൾക്ക് പെരുമാറുന്ന എല്ലാം നല്ല അടിപൊളിയാണ്. ഹായ് ഓൾ, എൻ്റെ പേര് ഡോക്ടർ അനഘ എന്നാണ്. ഞാൻ ജനറൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ജർമ്മനിയിലാണ്. സോ എനിക്ക് റെറ്റിനൽ വാസ്കുലൈറ്റീസ് എന്നൊരു ഡിസീസ് ഡയഗ്നോസ് ചെയ്തായിരുന്നു 2021. സോ ഐ വാസ് ലൈക്ക് മാക്സിമം എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ പോയായിരുന്നു. നമ്മുടെ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റീറോയിഡ്സ് മാത്രമേ ഉള്ളൂ ഇതിന് ഓപ്ഷൻ ആയിട്ട്. അപ്പം ഞാൻ പല ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ ചുമ്മാ സ്ക്രോൾ ചെയ്തപ്പോൾ ഇവിടുത്തെ റിവ്യൂ ഒരു കൊച്ചിട്ടേക്കുന്ന കണ്ടായിരുന്നു. റെറ്റിനൽ വാസ്കുലൈറ്റീസിന് ക്യൂറായി എന്നുള്ളൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയസ് തോന്നിയിട്ട് ആയുർവേദം ഡോക്ടറിനെ വിളിച്ച്, ഇവിടുത്തെ ഗോകുലം ഡോക്ടറിനെ വിളിച്ച് കൺസൾട്ട് ചെയ്തായിരുന്നു ഞാൻ ഫോൺ വഴി. അപ്പം ഡോക്ടർ വാട്സാപ്പിൽ കൂടെ എൻ്റെ പഴയ ഹിസ്റ്ററി ഒക്കെ അയച്ചു തരാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം അയച്ചു കൊടുത്തു. അപ്പം ആക്ച്വലി ഡോക്ടർ വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. എനിക്കത് ഡോക്ടറിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല, 2-3 years കണ്ടിന്യൂസ്ലി എടുക്കണമെന്നേ ഉള്ളൂ, മെഡിസിൻസ് ഫോളോ ചെയ്യണം, ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പം ഇതിനെന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന രീതിയിൽ പറഞ്ഞു. ഞാൻ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്റെ 4th ടൈമാണ്. ആദ്യത്തെ 3 പ്രാവശ്യം ചെയ്തു, നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഞാൻ അലോപ്പതിക്കാണെങ്കിലും എനിക്ക് ആയുർവേദിക് സംഭവങ്ങളാണ് കൂടുതലും ഇഷ്ടം ഞാൻ ചെയ്യുന്നതിൽ. 2 പ്രാവശ്യത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം ഓരോ പ്രാവശ്യവും ബെറ്റർ ആയിരുന്നു. ആദ്യത്തെ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യം മച്ച് ബെറ്റർ ആയിരുന്നു. ഞങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഞാൻ ലൈക്ക് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെക്ക് ചെയ്തപ്പോൾ ദേ വാസ് ലൈക്ക് ഷോക്ഡ്. മച്ച് ബെറ്റർ എന്നാണ് ആദ്യം എന്നെ ഡയഗ്നോസ് ചെയ്തതും പിന്നെയും മച്ച് ബെറ്റർ എന്നാണ് പറഞ്ഞത്. നമ്മൾ ഡോക്ടറോട് സംസാരിക്കുമ്പം ഒരു ഫ്രണ്ട്ലി വൈബാണ്. ലൈക്ക് നമുക്ക് സംസാരിക്കാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പേടിച്ചയോ ഡോക്ടറിന് എന്തെങ്കിലും പറയോ അങ്ങനെ ഒന്നുമില്ല. സോ അതൊരു വലിയൊരു കംഫർട്ട് സോണാണ്. സോ ഡോക്ടർ പറഞ്ഞു പറ്റും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഈ 4th ടൈമിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, അടിപൊളിയാണ്. ചെക്ക് ചെയ്തപ്പോൾ ഞാൻ വന്ന ടൈം എനിക്ക് കോൾഡ് കഫ് എല്ലാം ഉണ്ടായിരുന്നു. സോ അത് ഗ്രാജുവലി എല്ലാം കുറഞ്ഞു. എനിക്ക് വീസിങ് പ്രോബ്ലം ഉള്ള ഒരാളാണ് ഞാൻ. അത് ടു ബി ഫ്രാങ്ക്, ഞാൻ പ്രഗ്നൻസി ടൈം തൊട്ട് ഞാൻ പിന്നെ ഇൻഹേലർ എടുത്തിട്ടില്ല. ഇൻഹേലർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു, എടുത്തിട്ടില്ല. സോ ഇവരുടെ മെഡിസിൻസും ഡയറ്റും കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യം വന്നപ്പം എനിക്ക് 3 മീറ്ററെ കാണാൻ പറ്റത്തുള്ളായിരുന്നു വിഷൻ. ഇപ്പൊ അത് 6 മീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും വരണം ട്രീറ്റ്മെന്റ് ചെയ്യാൻ, ഇനിയും വന്ന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കണം എന്നൊക്കെ ഒരു ഫീലിംഗ് തോന്നി തുടങ്ങി. മറ്റുള്ളവർ എല്ലാവരും പലതും പറയും. സോ അത് കേട്ടിട്ട് ബാക്ക് അടിക്കാതിരിക്കുന്നു. നമുക്ക് എന്താ തോന്നുന്നു അത് മൈൻഡിന് തോന്നുന്നു. വന്നപ്പം 2 ലൈനാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് മാറി 4 ലൈൻ ഞാൻ വായിക്കുന്നുണ്ട്. വിഷൻ എനിക്ക് ലെറ്റേഴ്സ് ഞാൻ 4 ലൈൻ വായിക്കുന്നുണ്ട്. ഭയങ്കര അക്സസബിൾ ആണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പം പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ഇതൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നിട്ടുണ്ട്. സോ ഓവറോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. വീണ്ടും വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും ഇപ്പം എനിക്കൊരു നല്ല രീതിയിൽ കോൺഫിഡന്റ് ഉണ്ട്. എന്റെ വാസ്കുലൈറ്റീസ് കംപ്ലീറ്റ്ലി ക്യൂർ ആകും എന്നുള്ള ഒരു കോൺഫിഡന്റ് ഉണ്ട്. ഞാൻ 2 മാസം സ്റ്റീറോയിഡ് എടുത്തായിരുന്നു. അത് ലൈക്ക് എടുക്കേണ്ടി വന്നു, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, അങ്ങനെ എടുത്തു. പക്ഷെ അതിനെ ചൊല്ലി കുറേ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ വന്നായിരുന്നു. അപ്പം അത് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ എല്ലാം നമ്മൾ പറയണം, കിച്ചൺ ആയാലും സ്റ്റാഫ് ആയാലും കിച്ചണിലെ സ്റ്റാഫ് എല്ലാവരും നല്ല അടിപൊളിയാണ്. അപ്പം ഇവിടെ വന്ന് ചെയ്യണം എന്നുള്ളവർക്ക് 100-200% ഞാൻ ഉറപ്പ് തരുന്നു. ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന തിരുവല്ലയിൽ മഞ്ഞാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ലൈക്ക് നമുക്കൊരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു ഫീല് വരത്തില്ല. ഒരു ഹോംലി എൻവയോൺമെന്റ് ആണ്. ഫുള്ള് പച്ചപ്പായിട്ട് വയല് പാടങ്ങളൊക്കെ ഉണ്ട്. കംപ്ലീറ്റ്ലി പക്ക കംഫർട്ടബിൾ ആണ്. ലൈക്ക് നമ്മളൊരു വീട്ടിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഫീലാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബൈ മൈ സൈഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ബൈ.